ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ നിമിത്തം നിലവിലെ ബസ് സ്റ്റാൻഡ് പുതുക്കിപ്പണിയുന്നതിന് മുൻപ് വെട്ടിപ്പുഴയിൽ MLA റോഡ് പരിസരത്തേക്ക് മാറ്റുന്നതിന് നഗരസഭ സ്ഥലമേറ്റെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ തീരുമാനം പിന്നീട് അട്ടിമറിച്ച് സ്റ്റാൻഡ് നിലവിലുള്ള സ്ഥലത്ത് പുതുക്കിപ്പണിയുകയായിരുന്നു. സ്റ്റാൻഡ് എപ്പോഴും കൊച്ചി ജനിച്ച ഉടനെ അതുക്ക് പേർ ചൂട്ടുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടാവും. ഇവിടെ ഒരു 10-12 കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് പേർ ചൂട്ടേണ്ട ഗതികേടായിപ്പോയി. ഈ കൊച്ചി 10-15 വയസ്സം വളർന്നതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ പേർ ചൂട്ടുന്നത്. ഇപ്പോൾ കാലവണ്ടി സ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ 2 ജീവനക്കാർ മരിച്ചിട്ടുണ്ട്. അത് ഇതുവരെ ഇവിടുത്തെ MLAക്ക് ചെവി കേൾക്കണില്ല, MLA കാണാനില്ല, എവിടെ ആണെന്ന് പോലും അറിയത്തില്ല. ഞാൻ ഏതായാലും ഒരു 10-15 ഈ ധർണയ്ക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇതുവരെ അയാൾ എവിടെ ഉണ്ടെന്ന് പോലും അറിയത്തില്ല. ആ രീതിയിലാണ് നടക്കുന്നത്. ആ മരിച്ചുപോയ 2 കുടുംബത്തിനും ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപ നിവാരണം കൊടുക്കണം, ഈ ഗവൺമെൻറ് കൊടുക്കണം. അതല്ലാതെ അവർക്ക് ഓരോ കുടുംബത്തിലെ ഓരോ ആൾക്ക് ഗവൺമെൻറ് ജോലി കൊടുക്കണം. എന്നാലേ ഇവർ പഠിക്കുകയുള്ളൂ. അവർ പാവപ്പെട്ട ഫാമിലിയെ നന്നാക്കണം. അതിനെക്കുറിച്ച് ചിന്ത ഇവിടുത്തെ MLAക്ക് ഇല്ല. ഇവർ തൊട്ടതെല്ലാം അഴിമതി. അവിടെ മുനിസിപ്പൽ ഓഫീസിൽ പോയാൽ അവിടെ അഴിമതി. അവിടെ ഇരിക്കാൻ കസേര പോലും ഇല്ല. ഇപ്പം കസേര കൊണ്ടിട്ടവൻ കസേര പുടി കൊണ്ടുപോയി നമ്മുടെ കൊല്ലം ഡിസ്ട്രിക്ട് സെക്രട്ടറിയാണ് കൊണ്ട് അവിടെ കസേര കൊണ്ട് കൊടുത്തത് അവർക്ക്. ഇവിടെ കൂടിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾ അറിഞ്ഞിരിക്കുന്നതാണല്ലോ. നമ്മുടെ പുനലൂരിൽ നമുക്ക് ഒരു ബസ് സ്റ്റാൻഡ് സർക്കാർ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ആ ബസ് സ്റ്റാൻഡ് പൂർണ്ണമായി ഉപയോഗിക്കുന്നത് ഈ കിഴക്കൻ മേഖലയിൽ സാധാരണക്കാരായിരിക്കുന്ന ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഇവിടുത്തെ കിഴക്കൻ മേഖല എന്ന് പറയുമ്പോൾ നമുക്കറിയാം, രാത്രി 7 മണി 8 മണി കഴിഞ്ഞാൽ ബസ്സുകൾ പോകാത്ത. ഏറ്റവും ബഹുമാന്യനായ DMKയുടെ കേരള സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി പ്രിയപ്പെട്ട മുരുകേഷ് സാറ്, ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ ഷാജി വാളകോട്, അതുപോലെ ഈ സമരത്തിൽ ഈ വളരെ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയിലും പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട DMKയുടെ നേതാക്കളും പ്രവർത്തകരും, അതുപോലെ ഈ യോഗം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട പുനലൂർ നിവാസികൾ. ഞാൻ സുഖമില്ലാത്തതുകൊണ്ട് വളരെ ദീർഘമായി സംസാരിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. മുരുകേഷ് സാർ ഒരു 4-5 വരികളെ പറഞ്ഞത്. പക്ഷേ ആ പറഞ്ഞതിൽ വളരെ ആക്ഷേപഹാസ്യപരമായിട്ടാണ് മുരുകേഷ് സാർ പറഞ്ഞത്. തമിഴ്നാട്ടിൽ വിദ്യാഭ്യാസം ചെയ്യുന്ന 5ാം ക്ലാസ് കുട്ടിക്ക് 10ാം ക്ലാസ് ആവുന്നതിന് മുമ്പ് ഒരു ഹീറോ സൈക്കിൾ അല്ലെങ്കിൽ BS സൈക്കിൾ കൊടുക്കുന്നു. ഈസ്റ്റമൺ ബോക്സ് അടങ്ങുന്ന ബാഗുകൾ, സ്കൂൾ ബാഗുകളും ടെക്സ്റ്റ് ബുക്കുകളും നൽകുന്നു. ഉൾഗ്രാമങ്ങളിൽ വിദ്യാഭ്യാസത്തെ വികസിപ്പിക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ മന്ത്രി ഡിജിറ്റൽ ക്ലാസ് റൂമുകളോടുകൂടിയ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ എടുക്കുന്നു. അതാണ് സ്റ്റാലിൻ സ്റ്റൈൽ. അവിടെ പ്രായം ചെന്നവർക്ക് ക്ഷേമം നൽകാൻ ക്ഷേമ പെൻഷനുകൾ കൃത്യമായി അവരുടെ വീടുകളിൽ കൊണ്ട് നടക്കുന്നു. പുനലൂർ നഗരസഭയിൽ പെൻഷനായോ ചോദിച്ച് നഗരസഭ കയറിയിറങ്ങുന്നു. ഇത് നിങ്ങൾ തിരിച്ചറിയണം. നാടിന്റെ വികസനം എങ്ങനെ വേണമെന്ന് DMK കാണിച്ചു തരുന്നത് നിങ്ങളുടെ വിരൽത്തുമ്പിലെ യൂട്യൂബുകളിലും നിങ്ങൾക്ക് കാണാൻ കഴിയും. എടുത്തു വെച്ച് നോക്കണം, എന്താണ് വിദ്യാഭ്യാസ സമ്പ്രദായം, എന്താണ് വ്യവസായ സമ്പ്രദായം. മുമ്പേ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് പൊറോട്ട അടിക്കാനും ചായ അടിക്കാനും മുമ്പേ തമിഴിലുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ തമിഴിലില്ല. സ്റ്റാലിൻ ഭരണകൂടത്തിൽ കയറിയപ്പോൾ ആദ്യം പ്രഖ്യാപിച്ച പ്രഖ്യാപനം എന്തെന്ന് നിങ്ങൾക്കറിയുമോ? അതറിയണം. അതറിഞ്ഞതുകൊണ്ടും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും മനസ്സിലായതുകൊണ്ടുമാണ് പാവപ്പെട്ടവരാണെങ്കിലും ചങ്കുറച്ച് DMKയിലും മിക്ക ആൾക്കാരും വന്ന് ഇവിടെ നിൽക്കുന്നത്. ഇനിയും പ്രതീക്ഷ അവർ വിടുന്നില്ല. അവരുടെ മരണം വരെയും ഇനിയുള്ള സമയം വരെ പ്രതീക്ഷ വിടാതെ നമ്മുടെ കൂടെ കാണുന്നുള്ളത് കൊണ്ടാണ് അമ്മമാരും പ്രായമുള്ളവരും ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്തുകൂടെ നിൽക്കുന്നത്. പല രീതിയിലും പരിഹസിക്കുന്നുണ്ട്. ആ തമിഴിലേക്ക് നിങ്ങൾ പിടിച്ചു നോക്കൂ. അവരൊക്കെ വലിയ കമ്പനികളിൽ ജോലിയാണ്. അവരെല്ലാം തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യയുടെയും മക്കളെയും കൂടെ നിങ്ങൾ ജീവിക്കണം. നിങ്ങൾ കേരളത്തിലും കർണാടകത്തിലും പോയി പണിയെടുക്കണ്ട. നിങ്ങൾക്ക് വ്യവസായ സമ്പ്രദായങ്ങൾ നൽകാം, നിങ്ങൾക്ക് ലോണുകൾ നൽകാം, നിങ്ങൾക്ക് ഡ്രൈവിംഗ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് PMRY സ്കീമുകൾ ഉണ്ടാക്കി ഓട്ടോറിക്ഷ മുതൽ 2 വീലറുകൾ നൽകാൻ തമിഴ്നാട് തയ്യാറായി. എന്തിനു വരെ പറയുന്നു, ഡിഗ്രി ചെയ്യുന്ന പിള്ളേർക്ക് ലാപ്ടോപ്പ് വരെ നൽകി. നിങ്ങൾ വോട്ട് ചെയ്തതിന് എന്തെങ്കിലും കോപ്പുമാർ നൽകിയിട്ടുണ്ടോ? ഒന്നും നൽകില്ല. കാരണം ഇവർ ഭരണത്തിൽ വരുന്നത് നമ്മളെ നന്നാക്കാനല്ല. ഇവിടെ ഇരുട്ടുമൂടി ഇവിടെ എന്ത് നടക്കുമെന്ന് അറിയാത്ത 2 പ്രസ്ഥാനങ്ങളേ ഉള്ളൂ പുനലൂരിൽ. അതൊന്ന് പുനലൂർ പേപ്പർ മില്ലാണ്.
പുനലൂർ പേപ്പർ മില്ല് ഉണ്ടായിരുന്ന കാലത്ത് നമുക്കറിയാം അന്നത്തെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയാം. പക്ഷെ ഇപ്പോൾ രണ്ടിടത്താണ് എന്ത് നടക്കുന്നത് അറിയാം. ഒന്ന് പുനലൂർ പേപ്പർ മില്ലും, ഒന്ന് പുനലൂർ നഗരസഭയും. പുനലൂർ നഗരസഭയ്ക്കുള്ളിൽ എന്താണ് നടക്കുന്നത്? ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ. പ്രതിപക്ഷ നേതാവായിട്ടും കുറച്ച് ചെറുപ്പക്കാരെ ഇവിടുന്ന് കോൺഗ്രസിൽ നിന്ന് ജയിപ്പിച്ചു വിട്ടു. എനിക്ക് കണ്ടിട്ട് ലജ്ജയാണ് തോന്നിയത്. അദ്ദേഹം ഇട്ടിരിക്കുന്നു, പ്രായം ചെന്ന അച്ഛനമ്മമാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കോടികൾ മുടക്കി നഗരസഭ ഒരു ബിൽഡിംഗ് പണിഞ്ഞിട്ടിരിക്കുന്നു. നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ ഫേസ്ബുക്ക് പേജ് എടുത്ത് നോക്കിയാൽ മതി. അദ്ദേഹം വീഡിയോ എടുക്കുന്നു, എടുത്തിട്ട് എഡിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. എന്നിട്ട് അതിനെക്കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കില്ല. അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കില്ല. കൂടെ ഉള്ളവർ കൂടെ നിൽക്കണം. എങ്ങനെ നിൽക്കും? എ മുതൽ ഇസഡ് വരെയുള്ള ഗ്രൂപ്പുകളാ. എങ്ങനെ നിൽക്കും? ഒരാളൊരു പ്രക്ഷോഭത്തിന് ഇറങ്ങുമ്പോൾ മറ്റേ പാർട്ടിക്കാർ മറ്റേ ഗ്രൂപ്പിന്റെ ആൾ പറയും നീ പോകണ്ട. ഇങ്ങനെയാണോ പൊതുസേവനം? പൊതുസമൂഹത്തോട് പ്രതിബദ്ധത ഉണ്ടാവണം. ഓരോ വ്യക്തിയും വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് നിങ്ങളെ ഒരു കൗൺസിലർ ആക്കിയത് അവരുടെ 100 സ്വപ്നങ്ങൾ ഓരോ നാടിനും വേണ്ട. ആ വാർഡിലെ 350 400 വീടുകൾ മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെ പ്രായം ചെന്നവരുണ്ടെങ്കിൽ ആ പ്രായം ചെന്നവർക്ക് ഈ പെൻഷൻ വാങ്ങിക്കൊടുക്കുന്നതിനും മരുന്ന് വാങ്ങിക്കൊടുക്കുന്നതിനും അവർക്ക് കിട്ടേണ്ട എന്തൊക്കെയാണോ നഗരസഭയിൽ നിന്നും ഗവൺമെന്റ് കൊടുക്കുന്നത് അതൊന്ന് ഏറ്റി വാങ്ങി കൊടുത്താൽ മതി. നമ്മുടെ അമ്മമാര് ഈ മുനിസിപ്പാലിറ്റിയിൽ വന്ന് കയറി ഇറങ്ങുന്നുണ്ട് ഒരു വീടിന് വേണ്ടി. നിങ്ങൾക്കറിയുമോ? ആ പ്രാച്ചേരിയോട്ട് പോയി നോക്കണം. പ്രാച്ചേരിയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ലക്ഷങ്ങളല്ല കോടികൾ മുടക്കി പാവപ്പെട്ടവരെ താമസിപ്പിക്കാൻ വേണ്ടി ലൈഫ് മിഷന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീട്. പലരും സോഷ്യൽ മീഡിയയിൽ പലതും കാണിക്കുന്നുണ്ട്. എല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മളത് കഴിഞ്ഞ് നമ്മളെ വഴിക്ക് പോകും. പക്ഷെ അവിടെ കിടക്കുന്നവർ പുഴുവിനകത്താ കിടന്നുറങ്ങുന്നത്. അവിടുത്തെ ബാത്റൂമിന്റെ ഒക്കെ മാലിന്യങ്ങൾ കൊണ്ട് ലാഭകരില്ലാതെ അസുഖങ്ങളാണ് കുഞ്ഞുങ്ങൾക്ക്. അവിടെയും വിദ്യാഭ്യാസം ചെയ്യുന്നവരുണ്ട്, അവിടെയും പഠിക്കാൻ പിടിക്കാനായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട്, അവിടെ അസുഖം ബാധിച്ചെടുക്കുന്ന അമ്മ-പെങ്ങന്മാരുണ്ട്. ഈ ലൈഫ് ക്ഷേമ പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ ഉണ്ടാക്കി കൊടുത്ത വീടിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് പോയി നോക്കണം. ഉണക്കുകാലത്ത് ഒരു സ്റ്റൈലും മഴക്കാലത്ത് വേറൊരു സ്റ്റൈലുമാണ്. ബാത്റൂമിൽ പോലും പോകാൻ പറ്റില്ല. അങ്ങനെ കോടികൾ കൊണ്ടുവന്ന് മനുഷ്യനും മാഞ്ചാതി ഇല്ലാത്തടത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടിട്ട് നമ്മുടെ വോട്ടും വാങ്ങിച്ചിട്ട് ഈ മുനിസിപ്പാലിറ്റിയിൽ സുഖലോലുപരായി ദൂർത്തടിച്ച് നമ്മുടെ പണം, നമ്മളടയ്ക്കുന്ന ടാക്സിന്റെ പണം ദൂർത്തടിക്കുന്ന രാഷ്ട്രീയ പ്രമുഖരായി കഴിയുന്ന മെമ്പർമാരോടാണ്. ഇതിനെതിരെ ജനം തിരുത്തിയെടുക്കപ്പെടുക തന്നെ ചെയ്യും. വിരൽ ചൂണ്ടുക തന്നെ ചെയ്യും. കുറ്റം പറഞ്ഞാൽ, തെറ്റ് കണ്ടുപിടിച്ച് വിളിച്ചു പറഞ്ഞാൽ, ഹോസ്പിറ്റലിനെതിരെ വിരൽ ചൂണ്ടിയാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും കാണിക്കത്തെ തെമ്മാർത്തങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടിയാൽ അവരെ വിളിക്കുന്ന പേരാ ഇവര്. പേരെന്തോന്നറിയോ? വികസന വിരോധി. ഞങ്ങൾ വികസന വിരോധികളാണെന്നാ പറയുന്നത്. പൊതുപ്രവർത്തനം ചെയ്ത് ഏതെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ അവരെല്ലാം വികസന വിരോധികളാണ്. ഉമ്മാർക്കൊന്നും വികസനം നടക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല. എന്താണ് വികസനം? നിങ്ങൾ ആലോചിക്കൂ, നിങ്ങളൊന്ന് കണ്ണോടിക്കൂ, നിങ്ങളുടെ മനസ്സിനെ ഒന്ന് കൊണ്ടുപോകൂ. ആ വൺവേ റോഡിലൂടെ വന്നാൽ മതി. സെങ്കനഡി സ്കൂളിന്റെ അവിടെ നിന്ന് മുമ്പ് തുടങ്ങാം. സെങ്കനഡി സ്കൂളിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ അവിടെ വരുന്ന വിദ്യാർത്ഥികൾ നെട്ടോട്ട് ഓടുകയാണ് ഓരോ വണ്ടിയുടെയും ടയറിനിടയിലൂടെ. ഇവിടുത്തെ ട്രാഫിക് സംവിധാനങ്ങൾ ഒന്നിളങ്ങും കുത്തഴിഞ്ഞു കിടക്കുന്നു. ഇതൊക്കെ ചോദ്യം ചെയ്യാനും ചോദ്യം ചെയ്യുമ്പോൾ അതിന് മറുപടി നൽകാനും ഇവിടുത്തെ സ്ഥാനാർത്ഥിയായി ജയിച്ചു പോയവർക്ക് സമയമില്ല. എന്തിനാണ് പറയുന്നത്? ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സീവ്ര പുള്ളൂർ സാംസ്കാരിക സഭയിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. കുമ്മായം കൊണ്ട് നിരത്തിയിട്ടു. എന്നിട്ടും കണ്ണു തുറന്നില്ല, കണ്ണു തുറക്കില്ല. അവർ വിചാരിക്കുന്ന വീഡിയോകൾ കാണിക്കുന്നത് കുറച്ച് വൈറലാവാനും ഇത് നോക്കുന്നു. ഒന്നുമല്ല, ഇതിന്റെ എല്ലാം പ്രതിവിധികൾ നിങ്ങൾക്കുണ്ടാവും. നമ്മുടെ കയ്യിൽ നിന്ന് വോട്ട് വാങ്ങിച്ച് ഇവിടെ അമ്മ-പെങ്ങന്മാരെ കബളിപ്പിച്ച് വോട്ട് വാങ്ങിച്ചു പോയി മേലാളിത്തന്മാര് നമിക്കുന്ന എല്ലാ അമ്മമാരുടെയും മുമ്പിൽ ചോദ്യങ്ങളുണ്ടാവും. ആ ചോദ്യങ്ങൾക്ക് ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഭരണിക്ക് അവരോട്ട് പോകുന്നതിനറിയാം. പുനലൂർ നഗരസഭയുടെ വൈസ് ചെയർമാന്റെ റോഡ് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡാണത്. നേതാജി റോഡ്, ചമ്മന്തൂർ 2 റോഡുകൾ. ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഒരു 500-50 രൂപ വീട്ടിൽ ശമ്പളമായി കൊണ്ടുപോകുന്നത് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 9 മണി വരെ ഓട്ടോ ഓടുമ്പോഴാണ്. അതിന്റെ പകുതി പൈസയും വർക്ക്ഷോപ്പിലാണ് കൊടുക്കുന്നത്. അവർ ടാക്സ് അയക്കുന്നുണ്ട്, ഇവിടുത്തെ വാഹനങ്ങളിൽ ടാക്സ് അയക്കുന്നുണ്ട്. ഈ ടാക്സുകളെല്ലാം വെട്ടുമിഴുങ്ങി ദൂർത്തടിച്ച് നടക്കുന്ന കൗൺസിലർമാരോടൊന്നും പറയാം ഇനിയും. പക്ഷേ ഇവിടുത്തെ ജനങ്ങളാണ്, നിങ്ങളോട് ഞാൻ പറയും, ഇതിനകത്ത് അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഇവരെ ഇത്തരത്തിലേക്ക് ദൂർത്തടിക്കാൻ വിട്ടത് നിങ്ങൾ ഓരോരുത്തരുമാ, നിങ്ങൾ കൊടുത്ത ഓരോ വോട്ടുകളുമാ. പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത സഹാക്കന്മാരുണ്ട്. എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്നോട് പല വിഷയങ്ങളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ അമ്മ-പെങ്ങന്മാരുടെ ശാപം നിങ്ങളെ വിട്ടു മാറില്ല. ബാണ്ട ബംഗ്ലാവ് പോലെ പറഞ്ഞു കൂട്ടുന്നുണ്ടല്ലോ പാർട്ടി ഓഫീസ്. ആ പാർട്ടി ഓഫീസ് പറഞ്ഞു തീർക്കാൻ നിങ്ങൾക്ക് ഇത്ര നിമിഷം മതി. അതിന്റെ ഫണ്ടുകൾ താഴെ വരും. ആ
ഫണ്ടുകൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഗൾഫിൽ പോകുന്നവന്റെയും മറ്റുള്ളവന്റെയും എവിടെ നിന്നൊക്കെ പണം വരുമെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ ആ പാർട്ടി ഓഫീസ് പറഞ്ഞ് നിങ്ങൾ AC റൂമിൽ സോലോലിഫറായി ഇരിക്കുമ്പോഴും ഇലക്ഷൻ വന്ന് ജനങ്ങൾക്കെതിരെ ഇറങ്ങുമ്പോൾ ഈ തവണയെങ്കിലും നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടും, നിങ്ങളുടെ നേരെ വിരൽ ചൂണ്ടപ്പെടും. ഞാൻ മുമ്പേ പറഞ്ഞ പ്രതിപക്ഷ ബിൽഡിങ്ങിന്റെ പ്രായം ചെന്നവർക്ക് ആശ്രയമായി പുല്ലൂർ നഗരസഭ ഉണ്ടാക്കിയതാണ്. 3 കോടി രൂപയാണ് അതിനകത്ത് കുഴിച്ചിട്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ വീഡിയോയിൽ പറഞ്ഞതാ 3 കോടി രൂപ അതിനകത്ത് കുഴിച്ചിട്ടുണ്ട്. ഒന്നും ആയിട്ടില്ല. അപ്പുറം 2 സ്റ്റെപ്പും ഉണ്ട്, ഇതുകൊണ്ട് പുള്ളി അത് മാത്രമേ കണ്ടുള്ളൂ. ഇവിടെ പുനലൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന്റെ സ്ഥിതി എന്താ? ടൗൺ ഹാൾ പണിയുന്നതിന്റെ പേരിൽ കോടികൾ കുഴിച്ചിട്ടു. ബാഡ്മിന്റൺ കോർട്ടും വോളിബോൾ കോർട്ടും പണിഞ്ഞിട്ട് അവിടെ പൂട്ടിയിട്ടിരിക്കുന്നു. ഓരോ നാട്ടിലും ഓരോ കുഞ്ഞുങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിലും മിലിറ്ററിയിലും നാവികസേനയിലൊക്കെ ചേരുന്നത് അവരുടെ കുട്ടിക്കാലം തൊട്ട് അവർ ഗ്രൗണ്ടിൽ പോയി ഓടിച്ചാടി. സ്കൂളുകളിൽ അധ്യാപകരുണ്ട്, ഡ്രിൽ അധ്യാപകർ. അവരവരെ കണ്ടുപിടിച്ച് അവരിലൂടെ നല്ല കായിക ബലമുള്ള കുട്ടികളെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റേഡിയങ്ങൾ ഉണ്ടായത്. പുനലൂർ നഗരസഭയുടെ സ്റ്റേഡിയങ്ങൾ കോടികൾ ഉണ്ടാക്കാനാ. മരിഞ്ഞാത്ത പത്രത്തിൽ ഞാൻ കണ്ടു, ടെൻഡർ കിടക്കുന്നു. ആർക്കെങ്കിലും താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം. അടുത്ത ഓണം ഫെസ്റ്റ് വരികയാണ്. ഓരോ ദിവസവും ഈ പുല്ലൂർ നഗരസഭ, നമ്മുടെ പുല്ലൂർ ടൗണിനകത്ത് 4 മണി കഴിഞ്ഞാൽ ഒരു മനുഷ്യനില്ല സത്യം പറഞ്ഞു. പിന്നെ 6 മണി വരെ ഓരോ കുറച്ച് സ്ഥിരമായിട്ട് നിൽക്കുന്ന ആൾക്കാരേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പുല്ലൂർ ടൗൺ ശൂന്യമാണ്. ഇവിടുത്തെ കടക്കാൻ ഓരോ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയ ബസ് സ്റ്റോപ്പുകളെല്ലാം 1-1.5 ലക്ഷം രൂപ മാത്രമാവുന്ന ബസ് സ്റ്റോപ്പുകൾക്ക് 4 ലക്ഷം 5 ലക്ഷവും എഴുതിയെടുത്ത് അന്ന് അതിന്റെയൊക്കെ ഇതോ വിവാദം ഉണ്ടായിരുന്നു. പ്ലാച്ചേരിയോട്ട് പോകുന്ന ബസ് സ്റ്റോപ്പ് വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ ബസ് സ്റ്റോപ്പിനെ കാണത്തില്ല. ഇത് ഇടിപ്പിക്കുന്നത് ആരാണെന്നോ അല്ലെങ്കിൽ ഇത് എങ്ങനെ സംഭവിക്കുന്നോ ഇതിന്റെ പിന്നാമ്പറങ്ങളില്ല. ഇല്ല, കോടികൾ മുടക്കി റോഡ് പണിഞ്ഞിട്ട് മഴ പെയ്യുമ്പം റോഡങ്ങ് പോകും. പിന്നെ കോൺട്രാക്ടർക്കും ബന്ധമില്ല, മുനിസിപ്പൽ എഞ്ചിനീയർക്കും PWDക്കും യാതൊരു ബന്ധമില്ല. പിന്നെ അടുത്ത ഫണ്ട് വെക്കും. ഇതിനെതിരെയൊക്കെ ഒരു വ്യത്യാസം വരണ്ടേ? അല്ലാതെ ഇതെല്ലാം കണ്ടും കേട്ടും കണ്ണുമടച്ചെത്തുന്ന നിങ്ങൾ നീങ്ങും. പൊതുജനങ്ങളെ നിങ്ങൾ ഉണരണം. ഇനിയെങ്കിലും നിങ്ങൾ നൽകുന്ന വോട്ടിന്റെ വില നിങ്ങൾ തിരിച്ചറിയണം. ഈ നാശത്തിന്റെ എല്ലാം കാരണം നമ്മൾ തന്നെയാണ്. നമ്മൾ കൊടുത്ത ഓരോ വോട്ടുകൾ വാങ്ങിയാണ് ഇവർ ഈ പണങ്ങൾ ദൂർത്തടിക്കുന്നത് എന്നുള്ള ചിന്താഗതി നമുക്കുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ഈ KSRTCയും വളരൂ. ഈ KSRTCയിൽ ഇന്ന് ഈ സമരം ചെയ്ത് എത്ര പേർ സമരം ചെയ്തു? ഇലക്ഷൻ വരികയാണ്. ഇനി ഇഷ്ടംപോലെ സമരങ്ങൾ കാണാം. ഇലക്ഷൻ സമയത്ത് മാത്രം വരുന്ന UDFന്റെ ആൾക്കാരുണ്ട്. അവരിനി ഏതൊക്കെ സമരങ്ങളാണ് തിരക്കി കിടക്കുക. ഇന്നലെ വരെ അവരും ഉറക്കമായിരുന്നു. ഇപ്പൊ പ്രതിപക്ഷ നേതാവ് ഒറ്റയ്ക്കാണ് ഓരോ പരിപാടികളും മുനിസിപ്പാലിറ്റിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് പിന്നെ അങ്ങനെയെങ്കിലും ഒരു നല്ല സ്വഭാവം ഉണ്ടായത് നന്നായി. കൂടെ നിൽക്കാൻ ആൾക്കാരില്ല. സ്വന്തം പാർട്ടി പോലും കൂടെ നിൽക്കുന്നില്ല. ഇലക്ഷൻ സമയങ്ങളിൽ ഈ തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അത് MLA ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ വാർഡ് മെമ്പർമാരായിക്കോട്ടെ. ഈ വാർഡ് മെമ്പറിലൂടെയാണ് ഒരു മുനിസിപ്പാലിറ്റി ഉടലെടുക്കുന്നത്. ആ വാർഡ് മെമ്പർക്ക് വാർഡിൽ അത്രയ്ക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. വയോധികരുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കേണ്ടത്, പ്രായമുള്ളവരുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കേണ്ടത് വാർഡ് കൗൺസിലർ ഉത്തരവാദിത്തമാണ്. ആ വാർഡിൽ നല്ല റോഡുകളും നല്ല ലൈറ്റുകളും നല്ല പ്രകാശങ്ങളും നൽകേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. ഏത് റോഡിൽ കൂടെ പോകും ആൾക്കാര്? കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നത് പാമ്പിനെ പേടിച്ചാണ്. ഇവിടെ പോച്ച ചെത്താൻ പോലും മുനിസിപ്പാലിറ്റിയിൽ ആൾക്കാരില്ല. പക്ഷെ അവരുടെയൊക്കെ വീടിന്റെയൊക്കെ പരിസരങ്ങളെല്ലാം ക്ലീനാണ്. അതാദ്യം മനസ്സിലാക്കണം. എന്നിട്ടും പാർട്ടി എന്ന് പറഞ്ഞ് പാർട്ടിയുടെ പിറകെ പോകുന്ന നമ്മളെ പോലെ നാടിന് വേണ്ടി നന്മ ചെയ്യാൻ വേണ്ടി പാർട്ടിയുടെ പിറകെ പോയാൽ അത് ഓക്കെ. പാർട്ടി വളർത്താൻ വേണ്ടി ഇവിടെ നല്ല പൊതുപ്രവർത്തനം ചെയ്താൽ പാർട്ടി തനിയെ വളയും എന്നുള്ളതാണ് ഞങ്ങളുടെ DMKയുടെ രീതി. പൊതുപ്രവർത്തനം ചെയ്താൽ മതി. നല്ല പൊതുപ്രവർത്തനം ചെയ്യണം. പൊതുജനങ്ങൾക്ക് സേവ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാ പാർട്ടികൾ. ഇപ്പോൾ പാർട്ടിയിൽ പാവപ്പെട്ടവന്റെ വോട്ട് നേടി വന്നതിന് ശേഷം അവര് പാർട്ടി വളർത്തിക്കൊണ്ടിരിക്കുക. എന്റെ പാർട്ടിയാ വലുത്, എന്റെ പാർട്ടിയാ എത്ര ബിൽഡിങ്ങുകൾ ഉണ്ടാക്കാം, എത്ര കാട്ടത്തെയും പാർക്കുകൾ ഉണ്ടാക്കാം, എത്ര നല്ല സ്റ്റുഡിയോകൾ ഉണ്ടാക്കാം, എത്രമാത്രം പാർട്ടിക്ക് വേണ്ടി സമ്പാദിച്ചു കൂട്ടാന്നുള്ളത്. അങ്ങനെ പോകുമ്പോൾ പൊതുജനങ്ങൾ വിഡ്ഢികളായിട്ട് വീണ്ടും ഇരിക്കും. ഇനിയെങ്കിലും അതിനെല്ലാം ഒരു മാറ്റം വരണം. നിങ്ങൾ നോക്കൂ, ഈ സൈൻ ബോർഡുകൾ, ഈ KMC ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ എന്ന് പറയുന്ന ബോർഡ് എന്തിന്റെ ആവശ്യകതയിലാണ് വെച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ പറയൂ. ബോർഡ് ഈ ബിൽഡിംഗ് പണിഞ്ഞത് ഗവൺമെന്റ് ആണോ വൈര കമ്പനിയാണോ എന്നുള്ളതിനെ കുറിച്ചുകൂടെ മറുപടി പുല്ലൂർ നഗരസഭ തരണം. നമ്മളെ പോലുള്ളവന്റെ ടാക്സ് വാങ്ങിച്ച് കോടികൾ കൊണ്ട് കുഴിച്ചുമൂടി വെട്ടി വിഴുങ്ങുന്നത് കൂടാതെ ഇനി അതിനകത്ത് പരസ്യ ബോർഡുകൾ സ്ഥാപിച്ച് നിങ്ങൾ പണമുണ്ടാക്കി മുന്നോട്ട് പോകാമെന്നാണ് നിങ്ങളെയൊക്കെ വിചാരമെങ്കിൽ പൊതുസമൂഹം ഉണരും. ഇനിയെങ്കിലും പൊതുസമൂഹം ഉണരണം. നിങ്ങളെ കാണിക്കുന്ന തമ്മാർത്തനങ്ങൾക്കെല്ലാം കൂട്ടുനിൽക്കരുത്. നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഭരണാധികളാണ് ഈ പുല്ലൂർ നഗരസഭ വഹിക്കുന്നതെങ്കിൽ എന്റെ അമ്മ പെങ്ങന്മാരോടും ചേട്ടനിമാരോടും ഞാൻ പറയുന്നു, ഇതിനെതിരെ വിരൽ ചൂണ്ടണം. ഈ തമ്മാർത്തനങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടണം. നമ്മുടെ ക്ഷേമത്തിന്, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്
മര്യാദയ്ക്ക് ജീവിക്കാനും അവർക്ക് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഒരുക്കാനുമാണ് നമ്മൾ ഓരോരുത്തന്മാരും ഓരോ വാർഡിൽ നിന്ന് ജയിപ്പിച്ചു വിടുന്നത്. ജയിപ്പിച്ചു വിട്ടു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഇടയിൽ ഞാനാ ഏറ്റവും വലിയ കോടീശ്വരൻ ആരാണെന്നുള്ള കോമ്പറ്റീഷനാണ്. പിന്നെ കൂടുതലായിട്ടുള്ള വിശദീകരണങ്ങൾ ഞാൻ സംസാരിക്കുന്നില്ല, ഒട്ടേ സമയം കഴിഞ്ഞിരിക്കുന്നു, ഒരുപാട് സമയമായി. ഇനിയും ഒരുപാട് വിശദീകരണങ്ങൾ സംസാരിക്കേണ്ടതുണ്ട്. ഇനിയും DMKയുടെ പല പ്രക്ഷോഭങ്ങളും പല കാര്യങ്ങളും നമ്മൾ ഓർത്തു വെച്ചിട്ടുണ്ട്. നഗരസഭ പട്ടതി നിന്നതെല്ലാം തുപ്പിക്കും. ഈ 7 നില ബിൽഡിംഗ് ഉൾപ്പെടെ ഇതിനിടെ മുമ്പ് ഒരു സമരം നടന്നിരുന്നു, പല സമരങ്ങൾ നടന്നിരുന്നു. എത്ര കോടി രൂപയാണ് നഗരസഭയ്ക്ക് നഷ്ടമുണ്ടാകുന്നത്? ഇതിനെതിരെ ആരൊക്കെ നിന്ന് ഇവരെ എല്ലാം പൊതുസമൂഹത്തിന് മുമ്പിൽ പൊതുവിചാരണ ചെയ്യേണ്ടതാണ്. വികസന വിരോധി. അപ്പൊ DMK ഇവിടെ ഇന്നും നമ്മുടെ കൂടിയിരിക്കുന്ന ബസ് കാലിക്കൂടെ കയറിയപ്പോ കണ്ടുപിടിച്ച വിചിത്രമായ ഒരു ചിന്താഗതിയുണ്ട്. ദാണ്ട് ആ മേൽഭാഗത്ത് കുറെ ഓട്ടോറിക്ഷ പാവം പിടിച്ച തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, അവരുടെ മക്കളുണ്ട്. അവരുടെ മക്കളെ പഠിപ്പിക്കുന്നതിനും അവരുടെ ഉപജീവന മാർഗത്തിനുമായിട്ട് 3 ചക്രമുള്ള ഒരു വാഹനവുമായി ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ വിഷയങ്ങളും അവരുടെ തോളലാണ് വെക്കുന്നത്. അവർക്കെതിരെ സംസാരിക്കാൻ ഇവിടെ ഒരുത്തനുമില്ലെന്നുള്ളതാ. ആരെന്ത് ചെയ്താലും ഓട്ടോറിക്ഷക്കാരുടെ തോളല. ഇവിടെ കിടന്ന ഓട്ടോറിക്ഷ മൊത്തം മാറ്റി. ഇവിടെ ബസ്സിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ പ്രായമുള്ളവർ വന്ന് ഇറങ്ങിയിട്ട് നേരെ ഒരു ഓട്ടോറിക്ഷയ്ക്കകത്താ കയറുന്നേ. അത് ഓട്ടോറിക്ഷക്കാരുടെ നന്മയാ. അവരെ നടത്തിക്കുന്നില്ല. കാല് വയ്യാത്തവരുണ്ട്, ക്യാൻസർ പേഷ്യന്റ് ഉണ്ട്, അസുഖമായി പല രീതിയിൽ ബുദ്ധിമുട്ടുന്നവർ ഈ ബസ്സിൽ വന്നിറങ്ങുന്നുണ്ട്. കണ്ണോപ്പറേഷൻ കഴിഞ്ഞ് തിരുനെൽവേലിയിൽ നിന്നൊക്കെ വന്നിറങ്ങുന്ന 100 കണക്കിന് അമ്മമാരും അച്ഛന്മാരും ഉണ്ട്. ഇവരെയൊക്കെ നടന്നിന് മേളിൽ കുന്നമ്പുറത്ത് പോയി ഓട്ടോ വിളിച്ച് വരുമ്പോഴത്തേന് അവരിവിടെ വീഴും. ഇല്ലെങ്കിൽ മറ്റൊരു ബസ് വന്ന് അവരുടെ കാലിൽ കൂടെ കയറും. അപ്പൊ അതിന് ഓട്ടോറിക്ഷ എന്തിനാ പറയുന്നത്? ഓട്ടോറിക്ഷ സ്റ്റാൻഡിലുള്ള സൗകര്യം ഇടത്തുണ്ടല്ലോ. അതുകൊണ്ട് എത്ര വണ്ടിയാ പാർക്ക് ചെയ്തിരിക്കുന്നത്? കൊല്ലത്ത് പോകുന്നവന്റെയും തിരുവനന്തപുരത്ത് പോകുന്നവന്റെയും ഇവിടുത്തെ സഹാക്കന്മാരായിട്ടുള്ള KSRTCയിലെ ഉദ്യോഗസ്ഥരുടെ എല്ലാം വാഹനങ്ങൾ ഇതിനകത്തായിരുന്നേ. എടാ ഒരു 5 വണ്ടി അതിനകത്തുള്ള സൗകര്യം കൊടു. കർണാടകത്തിലും തമിഴ്നാട്ടിലൊക്കെ എങ്ങനെ വാഹനങ്ങൾ മൊത്തത്തിൽ ഒന്നിച്ച് സർവീസ് നടത്തട്ടെ. വിവരവും ബുദ്ധിയും വിവേകവുമായിട്ട് പെരുമാറൂ. നഗരസഭയോട് ഇതേ DMKക്ക് പറയാനുള്ളൂ. നിങ്ങളത് മനസ്സിലാക്കണം. എല്ലാവരും ജീവിക്കാനാണ് ഇറങ്ങുന്നത്. അവരെല്ലാം സംരക്ഷിക്കണം. ജീവിക്കാൻ ഇറങ്ങുന്നവരെ സംരക്ഷിക്കപ്പെടുക തന്നെ വേണം. അല്ലെങ്കിൽ DMKയുടെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പുകൾ ഇനിയും ഉണ്ടാവും. DMK ജനങ്ങൾക്കൊപ്പം ഉണ്ടാവും. നിങ്ങൾ പാർട്ടി വർത്തിക്കോളൂ, പൊതുപ്രവർത്തനം ഇനി ഞങ്ങൾ ചെയ്തോളാം, നിങ്ങൾ കോടികൾ ഉണ്ടായിക്കോളൂ എന്നതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ സൂചന കൊണ്ട് ഇതിന് ഉത്തരം കണ്ടു കിട്ടിയില്ല എങ്കിൽ ഈ മരണപ്പെട്ട കുടുംബത്തിന് ഒരു 30 ലക്ഷം രൂപയെങ്കിലും കൊടുത്ത് ഗവൺമെന്റിന്റെയും ഇവിടുത്തെ MLA അതിന് മുൻകൈ എടുത്തില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി DMK പുരളൂർ മുനിസിപ്പൽ ഓഫീസിനും ഇവിടുത്തെ MLA ഓഫീസിലേക്കും ഇനി തിരിയുമെന്നുള്ളത് ഇത് ഇവിടെ സൂചന കൊണ്ട് മാത്രമാണ് പറയുന്നത്. ഇത് നിങ്ങൾ ഓർത്ത് വെച്ചോളൂ. എല്ലാവർക്കും ഈ പരിപാടി പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട്